നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കുറച്ച് നമ്മളുടെ പഴയ എപ്പിസോഡുകളിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഹസ്തരേഖ നോക്കിയിട്ട് ഏത് ജാതി കരങ്ങളാണെന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ക്ലാസ്സാണ് സാറ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ഒരു കൈ നോക്കിയിട്ട് നമുക്ക് എപ്പോഴും പറയുന്നുണ്ട്, നമ്മളൊരു കാര്യം ഡീൽ ചെയ്യാൻ പോകുന്നതിന് മുമ്പോ നമ്മുടെ ഒരു ഫ്രണ്ട്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് മുമ്പോ അതിൽ ഏത് ജാതിയിൽപ്പെട്ട കരങ്ങളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ അതേ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ 2 എപ്പിസോഡിലായിട്ട് വന്നിരിക്കുന്നത് വിരലുകളെ പറ്റി പറയുന്നതാണ്. അതിൽ ചൂണ്ടുവിരലിനെ പറ്റി പറഞ്ഞു, നടുവിരലിനെ പറ്റി പറഞ്ഞു. ഇന്ന് ഏത് വിരലാണെന്ന് നമുക്ക് സാറിനോട് ചോദിക്കാം. അതിനകത്ത് കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ നടുവിരലിനെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ ഒരു മെയിനായിട്ടൊരു കാര്യം സാർ അതിൽ പറയുകയുണ്ടായി. കൈരേഖ നോക്കുന്നത് പോലെ തന്നെ നഖത്തിൽ പുള്ളി വരുന്നത്, അതായത് അല്ലെങ്കിൽ ആ മണ്ഡലങ്ങളിൽ പുള്ളി വരുന്നതിനെ പറ്റി കയ്യിലെ വിരലുകളിലുള്ള. അപ്പോൾ അതിൽ നഖത്തിൽ കറുത്ത പുള്ളി വന്നു കഴിഞ്ഞാൽ പുരുഷന് ജയിൽവാസം വരെ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു സാറ് പ്രത്യേകം പറഞ്ഞത് കാരണം നമുക്ക് കുറേ കോളുകൾ വരികയുണ്ടായി. ഇങ്ങനെ വരുന്നതിനെ പറ്റി, അതായത് ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, അതിനെ നമുക്ക് എന്ത് പ്രതിവിധി ചെയ്താൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. കാരണം നമുക്ക് സാറ് പറഞ്ഞു തരുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യമുണ്ട്, തലയിലെഴുത്ത് നമ്മളുടെ കയ്യിൽ തന്നെയുണ്ട്. നമ്മുടെ തലയിലെഴുത്തിൻ്റെ ഫോട്ടോ കോപ്പിയാണ് നമ്മുടെ കൈരേഖ. ചിലപ്പം ഏറെക്കുറെ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് ആൾക്കാർ കാണുന്നത് കൊണ്ടായിരിക്കാം നല്ലൊരു ക്വസ്റ്റ്യനായിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നഖത്തിൽ വരുന്ന പുള്ളിയെ നമുക്ക് മുമ്പേ കൂട്ടി അറിയാൻ പറ്റുന്നു, അതിന് എന്ത് പ്രതിവിധിയാണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇന്നത്തെ ഏത് വിരലിനെ പറ്റിയാണ് പറയാനുള്ളതെന്നും സാർ അതിനോടൊപ്പം പറയും. നമുക്ക് ആദ്യമേ സാറിനോട് ഇതിനുള്ള സംശയം ചോദിക്കാം. ഇതിൽ നടുവിരൽ നഖത്തിൽ കറുത്ത പുള്ളി ജയിൽവാസം വരെ അനുഭവിക്കാം, കാരാഗ്രഹവാസം ഫലം. പക്ഷേ ഇത് കയ്യിൽ എഴുതി വച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് കയ്യിൽ അത് കണ്ടാൽ നമുക്ക് പലതരത്തിലുള്ള പ്രതിവിധികൾ ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഗ്രഹദോഷമുണ്ട്, ആ ഗ്രഹദോഷത്തെ കുറയ്ക്കാനായിട്ട് പ്രതിവിധി ചെയ്യുന്നത് പോലെ ഇതിനും പരിഹാരമുണ്ട്. അത് അവരുടെ ബാക്കി കാര്യങ്ങളും കൂടെ നോക്കിയിട്ട് വേണം നമുക്ക് പ്രതിവിധി. കയ്യിൽ നഖത്തിൽ കറുത്ത പുള്ളി കാണിക്കുന്നത് നമുക്കൊരു മുന്നറിയിപ്പ് തരുന്നതാണ്. അത് എന്ത് കാരണത്താലാണ് അതുണ്ടായത് എന്നറിയണമെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പൂർണ്ണമായി അവരുടെ ഫലപ്രവചനം നടത്തിയതിന് ശേഷമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ നഖത്തിൽ കണ്ടു എന്നതുകൊണ്ട് മാത്രം നമുക്കൊരു പ്രതിവിധിയായിട്ട് നിർദ്ദേശിക്കാൻ പറ്റത്തില്ല. ഉദാഹരണം, ഒരാളിന് തലവേദന എന്ന് പറഞ്ഞ ഉടനെ തന്നെ നമ്മൾ തലവേദനയ്ക്കുള്ള മരുന്ന് കഴിക്കുകയല്ല വേണ്ടത്. ഈ തലവേദന ഏത് ടൈപ്പ് തലവേദനയാണ്, തലവേദന ഉണ്ടാകാനുള്ള കാരണം എന്താണ്? നമുക്ക് ജലദോഷം കൊണ്ടും തലവേദന വരും, മൈഗ്രെയിൻ കൊണ്ടും തലവേദന വരും, അതല്ല ഉറക്കം ഇളച്ചാലും തലവേദന ഉണ്ടാവാം. അപ്പോൾ അല്ലാതെ തലയ്ക്ക് എന്തെങ്കിലും ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും തലവേദന ഉണ്ടാവാം, ബ്രെയിൻ ട്യൂമർ കൊണ്ടും തലവേദന ഉണ്ടാവാം. ഇതിനെല്ലാത്തിനും കൂടി ചേർന്ന് ഒരു ഒറ്റ മൂല്യ മരുന്ന് അനാൾജി വാങ്ങിച്ച് കഴിച്ചാൽ അല്ലെങ്കിൽ പാരസെറ്റമോൾ കഴിച്ച് കഴിച്ചാൽ തലവേദന പോവും എന്ന് പറഞ്ഞാൽ പോകത്തില്ല. അപ്പോൾ ചിലപ്പോൾ ചില ആശ്വാസം ഉണ്ടായെന്നിരിക്കും. അതുകൊണ്ടാണ് നമുക്കിതിന് മൊത്തത്തിൽ അവരുടെ രണ്ട് കൈയുടെയും ഫോട്ടോ അല്ലെങ്കിൽ 2 കൈയും കിട്ടിയാൽ അത് നോക്കിയിട്ട് വേണം ഇത് ഇങ്ങനെ കാണുന്നതിന് നമുക്ക് എന്ത് റീസൺ കൊണ്ടാണ് വന്നതെന്ന് കണ്ട് അതിനെയും കൂടി ബ്ലോക്ക് ചെയ്താൽ മാത്രമേ അത് പരിഹാരമാവുള്ളൂ, അതൊരു ബ്ലോക്കായി മാറുകയുള്ളൂ. അല്ലാതെ നമ്മൾ പെട്ടെന്നൊരു പരിഹാരം പറഞ്ഞാൽ അത് ചിലപ്പോൾ ഫലിക്കണമെന്നില്ല. അതുകൊണ്ടാണ് അത് പൂർണ്ണമായി നോക്കിയതിന് ശേഷമേ അതിനൊരു ശാശ്വത പരിഹാരം പറയാൻ സാധ്യമാവുള്ളൂ. പിന്നെ നമുക്ക് മൂന്നാമത്തെ ജാതി കൈ, അതായത് മോതിര വിരൽ പിന്നെ നമുക്ക് അണിവിരൽ എന്നും പറയും. അണിവിരൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ വിരലെന്നല്ല, മോതിര വിരലിനെ വിളിക്കുന്ന പേരാണ് അണിവിരൽ അല്ലെങ്കിൽ മോതിര വിരൽ. അതിന് ആ വിരലിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ സൂര്യവിരലെന്നും അതിനെ പറയും. സൂര്യമണ്ഡലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിരലാണ്. ആ വിരലിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരാളിൻ്റെ ഭാഗ്യ നിർഭാഗ്യ അവസ്ഥകളെ കുറേ കാണിക്കുന്നതാണ് ആ വിരലിലൂടെ. ആ വിരൽ നേരത്തെ പറഞ്ഞ പോലെ നല്ല അഴകേറിയ വിരലായിരിക്കണം. ശരിക്കും വേഴ വിരൽ, അതായത് ചൂണ്ട് വിരലിനോളം എങ്കിലും നീളം ഉണ്ടാവണം. അപ്പോൾ ചൂണ്ട് വിരലിനേക്കാൾ നീളമേറി നിൽക്കുന്ന മോതിര വിരലുള്ളവർ വളരെ പ്രശസ്തി ഉണ്ടാവും. അവർ വളരെ ഉയർന്ന നിലയിലെത്തിച്ചേരും. ഇപ്പോൾ ധനവും മറ്റ് കാര്യങ്ങൾ മാത്രമല്ല, അവർക്ക് ഫേമസ് ആവും. അവർക്ക് പ്രശസ്തി ഉണ്ടാവും. പ്രശസ്തിയുടെ ലക്ഷണമാണ്. അപ്പോൾ ആ വിരൽ തീരെ അങ്ങ് ചെറുതായി പോവും. ചിലപ്പോൾ അണിവിരലിനെ, അതായത് മോതിര വിരലിനെ കാൽ വളരെ ചെറുതായിട്ട് കാണപ്പെടും. അങ്ങനെ കാണുന്നവർക്ക്
പലപ്പോഴും അവർ നല്ല കഴിവുള്ളവരായിരിക്കും, മിടുക്കരായിരിക്കും, പക്ഷെ അവർക്ക് ശോഭിക്കാൻ കഴിയാതെ വരും. അവരുടെ ഫീൽഡിൽ അവർക്ക് ഷൈൻ ചെയ്യാൻ പറ്റാതെ വരും. കാരണം പലരെയും നമുക്ക് നോക്കുമ്പോൾ അറിയാം, അവർ നല്ല മിടുക്കരാണ്, നല്ല കഠിനാധ്വാനികളാണ്, പക്ഷെ അവർക്ക് ശോഭിക്കാൻ കഴിയത്തില്ല. അവരെ പലപ്പോഴും ബന്ധിക്കപ്പെടും, അവർക്ക് ഗ്രോത്ത് കുറഞ്ഞു പോകും. അതുപോലെ തന്നെ നമ്മൾ സന്ധികൾ കണക്കാക്കുമ്പോൾ ഈ 3 സന്ധികൾ എടുക്കുമ്പോൾ ഏറ്റവും ഒന്നാമത്തെ സന്ധി വിരലുമായി ബന്ധപ്പെട്ട സന്ധി പൊതുവേ അല്പ വലിപ്പം കൂടുതലായിരിക്കും. രണ്ടാമത്തെ സന്ധി അല്പ വലിപ്പം കുറവായിരിക്കും. മൂന്നാമത്തെ സന്ധി ഇതൊക്കെ അല്പമാണ്. ചില കൈകളിലാവിട്ട് ആദ്യ സന്ധി ചിലപ്പോൾ നല്ല വലുതായിരിക്കും, രണ്ടാമത്തെ സന്ധി ചുരുങ്ങിപ്പോവും, മൂന്നാമത്തെ സന്ധി അത് ഞാൻ നേരത്തെ പറഞ്ഞു അവരുടെ പുരോഗതിയെ, പ്രശസ്തിയെ സൂചിപ്പിക്കുന്നതാണ്, അവരുടെ സാമ്പത്തിക ഉയർച്ചയും സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ മോതിര വിരലിൽ നഖത്തിൽ സ്ത്രീകളുടെ കയ്യിലാണ് കറുത്ത പുള്ളി വന്നാൽ അവർക്ക് മനസ്വസ്ഥത കിട്ടാതെയും പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതയ്ക്കിടവരും. അതുപോലെ ഒന്നാമത്തെ സന്ധിയിൽ, അതായത് വിരലിൻ്റെ സന്ധിയിൽ ശരിക്ക് ഒരു വൃത്ത അടയാളം, വൃത്തം എന്ന് പറഞ്ഞാൽ റൗണ്ട് അടയാളം കണ്ടാൽ അവർ യൂട്രസ് റിലേറ്റഡായിട്ട് അസുഖം ഉള്ളവരായി ഭവിക്കും. അവർക്ക് യൂട്രസ് റിലേറ്റഡായിട്ട് അസുഖം വരും. ഇത് നമ്മളെ കയ്യിൽ നേരത്തെ എഴുതി കാണിക്കും. ഇത് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ശരിക്ക് അത് ശ്രദ്ധിച്ച് കൊണ്ടുപോയാൽ ഇത് അഴിഞ്ഞു പോവുകയും ചെയ്യും, അതിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ അസുഖാവസ്ഥയെ കൊടുക്കും. പുരുഷൻ്റെ മോതിര വിരലിൽ നഖത്തിൽ കറുത്ത പുള്ളി കാണുകയാണെന്ന് വെച്ചോളുക, അവൻ മദ്യപാനത്തിന് അടിമയാവും. എന്തെങ്കിലും ലഹരി സാധനം ഉപയോഗിക്കുന്നതിന് അവന് താല്പര്യം കൂടുതലുണ്ടാവും, ലഹരിക്ക് അടിമയായി ഭവിക്കും. അപ്പോൾ ഇത് നമ്മളെ മക്കളെ കയ്യിലോ ആരെങ്കിലും കയ്യിൽ ദൈവം നേരത്തെ കാണിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ പതുക്കെ അപ്പോഴേ അവനെ ആ ഒരു വഴിയിലേക്ക് പോവാതെ കൂടുതൽ ശ്രദ്ധിച്ച് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമുക്കതിന് പ്രായശ്ചിത്തം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ഈ വിരലിൽ ഓരോ സന്ധികളിലും കറുത്ത പുള്ളി വരികയാണെങ്കിൽ അവർക്ക് പുരോഗതിയെ കുറയ്ക്കുന്നതാണ്. അവരെ പ്രമോഷൻ ആവട്ടെ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള പുരോഗതി ആവട്ടെ, ഇതിനെ ബ്ലോക്ക് ചെയ്ത് വച്ചിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. നഖത്തിൽ വെളുത്ത പുള്ളി വരുന്നു എന്ന് വിചാരിക്കുക. വെളുത്ത പുള്ളി അവർക്ക് ശുഭസൂചനയാണ്, ശുഭലക്ഷണങ്ങളെ കാണിക്കുന്നതാണ്. സന്തോഷപ്രദമായ അവസ്ഥകൾ ഉണ്ടാവും എന്ന്, ദുഃഖത്തിനെല്ലാം ശമനം വരാൻ പോവുകയാണ്, നിങ്ങൾക്ക് നേട്ടം വരാൻ പോവുകയാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് മോതിര വിരലിൽ നഖത്തിൽ വെളുത്ത പുള്ളി വരണത്. അവിടെ സന്തോഷപ്രദമായ അവസ്ഥ ഉണ്ടാവും. ചിലപ്പോൾ അവർക്ക് എന്തോ കുടുംബത്തിനകത്ത് ചിലർക്ക് വിവാഹം നടക്കാൻ സമയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുതുതായി നമ്മളിലേക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയോ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടമോ വീട് വെക്കാനോ, അതുപോലെ നമുക്ക് മനസ്സിന് സന്തോഷപ്രദമായ അവസ്ഥകൾ ഉണ്ടാകാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്ന ചിഹ്നമാണ്. ഇപ്പോൾ സാറ് പറഞ്ഞത് ഇന്ന് മോതിരവിരലിനെ പറ്റിയാണ്. മോതിരവിരലിൻ്റെ കാര്യത്തിൽ പറഞ്ഞ കൂട്ടത്തിൽ സാറ് കഴിഞ്ഞ എപ്പിസോഡിൽ കൊടുത്തിരുന്ന നടുവിരലിൽ കറുത്ത പുള്ളി, അതായത് നഖത്തിലോ കയ്യിലോ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിനുള്ള പ്രതിവിധി എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി കൂടെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു മാർക്ക് കയ്യിൽ കാണുകയാണെങ്കിലോ, അതല്ല ഇനി കൂടുതലായിട്ട് ഹസ്തരേഖയെ പറ്റി അറിയണം, നമുക്ക് നമ്മളെപ്പറ്റി സ്വയം അറിയാൻ വേണ്ടിയിട്ട് കൺസൾട്ടേഷൻ സാറിനെ നേരിട്ട് കണ്ട് കൺസൾട്ടേഷന് എടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് സാറ് തിരുവനന്തപുരത്ത് വഴുതക്കാട് ഓഫീസുണ്ട്. ബുക്ക് ചെയ്യേണ്ട നമ്പർ 9847064540. അതുപോലെ തന്നെ ഓൺലൈൻ കൺസൾട്ടേഷൻ, ദൂരെയുള്ളവർക്ക് വരാൻ പറ്റാത്തവർക്ക് വേണ്ടി ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഓൺലൈന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യേണ്ട നമ്പർ 9895667700. ഈ 2 നമ്പറിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനും കിട്ടും, ഓഫീസ് കൺസൾട്ടേഷനും അവൈലബിൾ ആണ്. മെയിനായിട്ടുള്ളൊരു കാര്യം നമ്മൾ ആദ്യം മുതലേ പറയുന്നുണ്ട്, നമ്മൾ ഹസ്തരേഖ നോക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അതായത് കുഞ്ഞുങ്ങളുള്ളവരാണെങ്കിൽ അവരുടെ ഫ്യൂച്ചർ, അവർ ഏത് ഫീൽഡിലേക്ക് അവരെ തിരിച്ചു വിടണം, പഠിക്കുന്ന 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ അവരുടെ മേഖല ഏതാണെന്ന് അറിയാനെ കൊണ്ട് ഏറ്റവും മെയിനായിട്ട് നമ്മുടെ കയ്യിലൂടെ തന്നെ അതറിയാവുന്നതാണ്. അവർക്ക് എൻജിനീയറിംഗ് ആണോ അതോ ഡോക്ടർ ഫീൽഡാണോ, ഇനി അതല്ല വേറെ ഏതെങ്കിലും മേഖലയാണോ പറഞ്ഞിരിക്കുന്നത്, അതിനുവേണ്ടി ഹസ്തരേഖ നോക്കി നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്.
പിന്നെ ഇനി ഇതിനകത്തുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ 9895667700 ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് കൊടുത്താൽ കഴിവിൻ്റെ പരമാവധി നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. കോള് സാറിൻ്റെ പേഴ്സണൽ നമ്പറായതുകൊണ്ട് സാറ് കോൾ അറ്റൻഡ് ചെയ്യത്തില്ല, പക്ഷേ വാട്സപ്പിൽ നമുക്ക് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡ് വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.